വയനാട് പുൽപ്പള്ളി ചേകാടി സ്കൂളിലെത്തിയ ആനക്കുട്ടി ചരിഞ്ഞു. കർണാടക നാഗർഹോള കടുവ സങ്കേതത്തിൽ ഉൾപ്പെട്ട വെള്ള ആന ക്യാമ്പിലായിരുന്നു ആനക്കുട്ടി. കഴിഞ്ഞ ദിവസം 18-നാണ് ആനക്കുട്ടി ചേകാടിയിലെത്തിയത്. 3 മാസം പ്രായമുള്ള ആനക്കുട്ടിയെ 1 മാസത്തോളമായി സംരക്ഷിച്ച് വരികയായിരുന്നു. അസുഖം ഉണ്ടായതിനെ തുടർന്നാണ് ആനക്കുട്ടി ചരിഞ്ഞത്. ജോഷില ചേരുകയാണ്. ജോഷില, വിവരങ്ങൾ. ഷമി, പുൽപ്പള്ളി ചേകാടി സ്കൂളിൽ കഴിഞ്ഞ മാസം 18-നാണ് ആനക്കുട്ടി എത്തിയത്. വലിയൊരു വാർത്തയായിരുന്നു. ആനക്കൂട്ടത്തിൽ നിന്നും കൂട്ടം തെറ്റിയെത്തിയ ആനക്കുട്ടി സ്കൂളിലെത്തി. സ്കൂൾ പരിസരത്തൊക്കെ ഓടി നടന്ന ഒരു വാർത്ത. അതിനുശേഷം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി ആനക്കുട്ടിയെ വനത്തിലേക്ക് എത്തിച്ചിരുന്നു. വെട്ടത്തൂർ വനത്തിൽ വിട്ടിരുന്നു. എന്നാൽ ആനക്കൂട്ടം അതിനെ സ്വീകരിക്കാൻ തയ്യാറായില്ല. തുടർന്ന് ഇത് കബനി പുഴ നീന്തിക്കടന്ന് കർണാടകയിൽ എത്തുകയായിരുന്നു. 3 മാസം പ്രായമുള്ള ആനക്കുട്ടിയെ 1 മാസത്തോളമായി കർണാടകയിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സംരക്ഷിച്ചു വരികയായിരുന്നു. ഇതിന് ആട്ടിൻപാൽ നൽകിയാണ്, അതായത് മറ്റ് ഭക്ഷണങ്ങളൊന്നും, അസുഖമുണ്ടായതിനെ തുടർന്ന് മറ്റ് ഭക്ഷണമൊന്നും കൊടുക്കാൻ സാധിക്കുമായിരുന്നില്ല. ആട്ടിൻപാലാണ് ഇതുവരെ കൊടുത്തത് എന്നുള്ളതാണ് വിവരങ്ങൾ. ഇതുവരെ ആന 3 ദിവസം മുൻപാണ് ചെരിഞ്ഞത്. എന്നാൽ ഇപ്പോഴാണ് വിവരം പുറത്തു വരുന്നത്. അസുഖമുണ്ടായതിനെ തുടർന്നാണ് ചെരിഞ്ഞത് എന്നുള്ളതാണ് വാർത്തകൾ. പക്ഷേ ഇതുവരെ മെനിഞ്ഞാന്നായിരുന്നു ഈ സംഭവം നടന്നത്. ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും തന്നെ പുറത്തുവിട്ടിരുന്നില്ല. എന്നാൽ കേരളത്തെ ഇത് ഔദ്യോഗികമായി അറിയിച്ചിട്ടുമില്ല എന്നുള്ളതാണ് വിവരം. മറ്റ് മാധ്യമ വാർത്തകളെ തുടർന്നാണ് വിവരം പുറത്ത് അറിയുന്നത്. എന്തായാലും ആനക്കൂട്ടം ഇതിനെ കൊണ്ടുപോകാതിരുന്നത് അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിയത് ഇത്തരം ഒരു അസുഖം ഉണ്ടായതിനെ തുടർന്നാണ് എന്നുള്ള ഒരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. ഷമി, ജോഷിലയാണ് വിവരങ്ങൾ നൽകിയത്.